software is a general term used to denote a set of programs that help us to use computer system and other electronic devices efficiently and effectively. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയോ ഇലക്ട്രോണിക് ഡിവൈസസിനെയോ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും കാര്യക്ഷമമായിട്ടും നമുക്കത് വേണ്ട വിധം പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ്. സോ ഇഫ് ഹാർഡ്വെയർ ഈസ് സെറ്റ് ടു ഫോം ദ ബോഡി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ ഈസ് ഇറ്റ്സ് മൈൻഡ്. ഹാർഡ്വെയർ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ബോഡി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് എന്ന് പറയാം, മനസ്സിലാക്കി. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്തെ മൈൻഡാണ്, അതിൻ്റെ മനസ്സാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, then there are two types of software, system software and application software. രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ പ്രോഗ്രാംസ് ഡിസൈൻ ടു കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. സെറ്റ് ഓഫ് ഒന്നോ അതിലധികമോ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് വിച്ച് എയ്ഡ്സ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് എ ജനറൽ യൂസേഴ്സ് കമ്പ്യൂട്ടേഷണൽ റിക്വയർമെൻറ്റ്സ് ഓൺ എ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഇവിടെ കമ്പോണൻസ് ഏതൊക്കെയാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ കമ്പോണൻസ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ആ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കമ്പോണൻസ് ഘടകങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്താണ് ഇവിടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂസേജ് തയ്യാറാക്കുക, യൂസേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മേജർ ഫങ്ഷൻസ് ഓഫ് OS ഉണ്ട്, മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മേജർ, ഇങ്ങനൊരു ചോദ്യം സാധാരണ 3 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ് കേട്ടോ. മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. സോ പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ദറ്റ് പ്രോസസ് വി മീൻ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. പ്രോസസ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ്. The process management module of an operating system takes care of allocation and deallocation of process. പ്രോസസ്സുകളുടെ അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ ഡീഅലോക്കേറ്റ് ചെയ്യുക, പല വലിയ സിസ്റ്റം റിസോഴ്സസിനെയും ആവശ്യാനുസരണം ഷെഡ്യൂൾ ചെയ്യുക, അതാണ് പ്രോസസ് മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ്, അത് മെമ്മറി മാനേജ് ചെയ്യുക, അത് തന്നെയാണ്. മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് ദ ഫങ്ഷണാലിറ്റി ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഹാൻഡിൽസ് ഓർ manages primary memory. So it keeps track of each and every memory location to ensure whether it is allocated to some process or free. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ഹൗ മച്ച് മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഈച്ച് പ്രോസസ് ആൻഡ് അലോക്കേറ്റ്സ് ഇറ്റ്. എത്ര മെമ്മറിയാണ് ആവശ്യമായി വരുന്നതെന്നും എത്ര മെമ്മറി അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നു. ഇറ്റ് ഡിഅലോക്കേറ്റ്സ് മെമ്മറി ഇഫ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഫർദർ. ആവശ്യമില്ല എങ്കിൽ അതിനെ മെമ്മറിയെ ഡി അലോക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ഓഫ് എൻ OS ടേക്സ് കെയർ ഓഫ് ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് മാനേജ് ചെയ്യുന്നത്. അത് ഫയലിൻ്റെ കാര്യത്തിൽ ഓർഗനൈസ് ചെയ്യണം, നെയിം ചെയ്യണം, സ്റ്റോർ ചെയ്യണം, റിട്രീവ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രൊട്ടക്ഷൻ, റിക്കവറി എന്നിവയെല്ലാം വരുന്നു. അതിലേക്ക് കുറച്ച് ഏതെങ്കിലും പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഫയലിൻ്റെ പേരല്ലേ, ഫയൽ
സ്റ്റോർ ചെയ്യുക, ഫയൽ തിരിച്ചെടുക്കുക, ഫയൽ ഷെയർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, റിക്കവർ ചെയ്യുക, അതൊക്കെയാണ് ഫയൽ മാനേജ്മെന്റ്. ദെൻ ഡിവൈസ് മാനേജ്മെന്റ്. ഡിവൈസ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് ആൻ OS പെർഫോംസ് മാനേജ്മെന്റ് ഓഫ് ഡിവൈസസ് അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിവൈസുകളെ മാനേജ് ചെയ്യുക. ഇറ്റ് ഹാൻഡിൽസ് ദ ഡിവൈസ് ബൈ കമ്പൈനിങ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നിക്ക്. അവിടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ടെക്നിക്കും ഉപയോഗിച്ചിട്ടായിരിക്കും കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ വേരിയസ് OS ആർ ഡോസ്, വിൻഡോസ്, യുണിക്സ്, ലിനക്സ്, മാക് OS എന്നിവയാണ്. ദെൻ അടുത്ത് അതിലെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. You know that natural languages are the medium of communication among human beings. അല്ലേ, നമ്മുടെ മനുഷ്യർക്കിടയിൽ നേച്ചുറൽ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു. അതേപോലെ കമ്പ്യൂട്ടറുമായി നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്ന മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അതിൽ അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ എന്താണിത് മെഷീൻ ലാംഗ്വേജ്? ഇപ്പോൾ വൺസ് ആൻഡ് സീറോസ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചു അല്ലേ. അപ്പോൾ വൺസ് ആൻഡ് സീറോസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 digits are called binary digits. So the language which uses binary digits is called machine language. അത്രേ ഉള്ളൂ. അവ ഉപയോഗിക്കുന്ന ബൈനറി ലാംഗ്വേജ്, ബൈനറി ഡിജിറ്റുകൾ ഉപയോഗിച്ചുള്ള ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് ഡെഫിനറ്റ്ലി വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു മെമ്മറൈസ് എ ലോങ് സ്ട്രിങ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഫോർ എവറി ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വൺസ് ആൻഡ് സീറോസിൻ്റെ കുറേ ലോങ് സീക്വൻസ് ആയിരിക്കും. ദെൻ അതാണ് മെഷീൻ ലാംഗ്വേജ്. ദെൻ അസംബ്ലി ആണെന്നുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജസ് യൂസസ് ന്യൂമോണിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ന്യൂമോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സിംബോളിക് നെയിം ഗിവൺ ടു എൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷന് ഒരു സിംബോളിക് നെയിം ഉപയോഗിക്കുക. അപ്പോൾ അഡീഷൻ എന്നുള്ള ഒരു ഓപ്പറേഷനെ ADD എന്നാണ് ഉപയോഗിക്കുന്നത്. സബ്ട്രാക്ഷൻ എന്നുള്ളതിന് ഷോർട്ടായിട്ട് ന്യൂമോണിക് സബ് എന്നാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈസിയർ ടു റൈറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ആസ് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ് ഈ അസംബ്ലി ലാംഗ്വേജിൽ. ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് പ്രോഗ്രാമർ റിക്വയർസ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. സോ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, പ്രോഗ്രാമർക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം എന്ന് എഴുതാൻ സാധിക്കുന്നു. സോ ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. These are like English language and are simpler to understand than the assembly language or machine language. അസംബ്ലി ലാംഗ്വേജിനെ പോലെയോ മെഷീൻ ലാംഗ്വേജിനെ പോലെയല്ല, കുറച്ചും കൂടി എളുപ്പത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതാൻ സാധിക്കുന്നവയാണ് ഇത്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കമ്പ്യൂട്ടർ. ഹൈ ലെവൽ ലാംഗ്വേജ് പക്ഷേ കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിയില്ല. കമ്പ്യൂട്ടർ program written in a high level language is to be converted into its equivalent machine language. ഇതിനെ എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ലാംഗ്വേജ് റിക്വയർസ് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഇവിടെയാണ് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. സോ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. എക്സാമ്പിൾസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആർ ബേസിക്, C++, ജാവ. ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ് ബേസിക്, C++, ജാവ എന്നിവ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിന്നാണ്? ഇവിടെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, അതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. നീഡ് ഫോർ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. The programs consisting of instruction to the computer written in assembly language or high level language are not understood by the computer. So we need language processors to convert such programs into low level languages. Computer can only understand machine language. എന്താണ് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുന്നത്? മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. പക്ഷേ എഴുതുന്ന പ്രോഗ്രാം എല്ലാം പലപ്പോഴും എന്തായിരിക്കും? അസംബ്ലി ലാംഗ്വേജിലോ ഹൈ ലെവൽ ലാംഗ്വേജിലോ ആയിരിക്കും. അതുകൊണ്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അവിടെയാണ് ആവശ്യകത. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആർ ദ സിസ്റ്റം പ്രോഗ്രാംസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു ഇറ്റ്സ് ഈക്വലന്റ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിലോ മെഷീൻ ലെവൽ ലാംഗ്വേജിലോ എഴുതിയിട്ടുള്ളതായിട്ടുള്ള പ്രോഗ്രാംസുകളെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന
സംവിധാനത്തെയാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൽ 3 തരത്തിലാണ് ലാംഗ്വേജ് പ്രോസസ്സറുകളുള്ളത്: അസംബ്ലർ, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ. ഓക്കെ, സോ എന്താണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ ഒന്നും കൂടി നോക്കാം. അസംബ്ലർ. Assembly languages require a translator known as assembler for the translating the program code written in assembly language to machine language. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിന് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമായി വരുന്നു, അതാണ് അസംബ്ലർ. പ്രോഗ്രാം കോഡിനെ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ അതിന് ഉപയോഗിക്കുന്നതാണ് അസംബ്ലർ. അസംബ്ലർ ഈസ് ഹൈലി മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ദെൻ ഇൻ്റർപ്രിറ്റർ. ഇൻ്റർപ്രിറ്ററും കമ്പൈലറും ഒരേപോലെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Interpreter is another kind of language processor that converts a high-level language program into machine-level language by line. ശ്രദ്ധിക്കുക, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് ഇൻ്റർപ്രിറ്റർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എൻ എറർ ഇൻ വൺ ലൈൻ ഇറ്റ് റിപ്പോർട്ട്സ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ്. എന്തെങ്കിലും ഈ ഒരു ഇറർ ഒരു വൺ ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിപ്പോർട്ട് ചെയ്യും, എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം അവിടെ നിന്നും ടെർമിനേറ്റ് ചെയ്യും. ഇറ്റ് വിൽ കണ്ടിന്യൂ ദ ട്രാൻസ്ലേഷൻ ഓൺലി ആഫ്റ്റർ ദ കറക്റ്റിംഗ് ഇറർ. ആ ഇറർ അവിടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്തയിലേക്ക് പോകുള്ളൂ എന്നാണ് ട്രാൻസ്ലേഷൻ. ബേസിക് ഈസ് ദ ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ്. അതാണ് ബേസിക് ആണ് ഒരു ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജിന് എക്സാമ്പിൾ. എന്നാൽ കമ്പൈലർ ഈസ് ആൾസോ ലാംഗ്വേജ് പ്രോസസ്സർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അതൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ ഇറ്റ് സ്കാൻസ് ദ എൻറ്റയർ പ്രോഗ്രാം ഇൻ എ സിംഗിൾ റൺ. അതാണ് എൻറ്റയർ പ്രോഗ്രാം ഇൻ എ സിംഗിൾ റൺ. ഒരൊറ്റ റൺ ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ എൻറ്റയർ പ്രോഗ്രാമിനെ ഇത് സ്കാൻ ചെയ്യും. ഇഫ് ദർ ഈസ് എൻ എറർ ഇൻ ദ പ്രോഗ്രാം, കമ്പൈലർ പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് എറർ മെസ്സേജസ് അലോങ് വിത്ത് ദ ലൈൻ നമ്പർ അറ്റ് ദ എൻഡ് ഓഫ് ദ കമ്പൈലേഷൻ. കമ്പൈലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ നമ്പറോടുകൂടെ ആ ഇറേഴ്സിനെ ലിസ്റ്റ് ചെയ്ത് തരും. If there are no syntax errors, compiler will generate an object file. അപ്പോൾ ഒരു സിൻടാക്സ് എറർ ഇല്ലെങ്കിൽ കമ്പൈലർ അവിടെ ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ യൂസിങ് കമ്പൈലർ ഈസ് കാൾഡ് കമ്പൈലേഷൻ. കമ്പൈലർ ഉപയോഗിച്ചുള്ള ആ ഒരു ട്രാൻസ്ലേഷനെ കമ്പൈലേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് C++, പാസ്കൽ. നമ്മൾ പഠിക്കാൻ പോകുന്ന C++ ഒക്കെ കമ്പൈലർ എന്ന ലാംഗ്വേജ് പ്രോസസ്സറിന് എക്സാമ്പിളാണ്. ഓക്കെ, then utility software. Utility software is a set of programs which help users in system maintenance task and in performing tasks of routine nature. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്, അത് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്കുകൾ നടത്താൻ പറ്റും. അപ്പോൾ സം ഓഫ് ദ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് വിത്ത് ദെയർ ഫങ്ഷൻസ്. ഏതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ? കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും അല്ലേ? കംപ്രഷൻ ടൂൾസ്. എന്തിനാണ് കംപ്രഷൻ ടൂൾസ് ഉപയോഗിക്കുന്നത്? ലാർജ് ഫയൽസ് ക്യാൻ ബി കംപ്രസ്ഡ് സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ലെസ് സ്റ്റോറേജ് ഏരിയ. വലിയ ഫയലുകളെ ചെറിയ ഫയലുകളാക്കി മാറ്റുന്നു, സ്റ്റോറേജ് ഏരിയ ലാഭിക്കാം. ദീസ് കംപ്രസ്ഡ് ഫയൽസ് ക്യാൻ ബി ഡീകംപ്രസ്ഡ് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം വെൻ നീഡഡ്. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് ഡീകംപ്രസ് ചെയ്യാം. സോ സിപ്പിംഗ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡീകംപ്രഷന് അൺസിപ്പിംഗ് എന്നാണ് പറയുന്നത്. അതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വിൻസിപ്പ്, വിൻറാർ. കംപ്രഷൻ ടൂളിന് ഉള്ള എക്സാമ്പിളാണ് വിൻസിപ്പ്, വിൻറാർ എന്നിവ. Then disk defragmenter. Disk defragmenter is a program that rearranges files on a computer hard disk. The files are arranged in such a way that they are no longer fragmented. This enables the computer to work faster and more efficiently. നമുക്ക് പല ഭാഗത്തും പല ഫയലുകൾ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്നതിനെ അതിനെ അടുക്കി ഒതുക്കി ഒരു പ്രത്യേക ഓർഡറാക്കി മാറ്റി വയ്ക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വർക്ക് ഫാസ്റ്റർ ആയിരിക്കും, മോർ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. ശ്രദ്ധിക്കുക. ദെൻ ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡിസ്ക് ഇൻഫോർമേഷൻ സോ ദാറ്റ്
In an event of disk failure or an event of accidental deletion, this backup may be used. അല്ലെ, നമുക്ക് അറിയാതെയോ ഒരു ആക്സിഡൻ്റൽ ഡെലീഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഡിസ്ക് ഫെയിലർ ഉണ്ടായാൽ ഒരു ബാക്കപ്പ് കോപ്പി, ബാക്കപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാംസിന് എക്സാമ്പിളാണ് ബാക്കിംഗ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഫെസിലിറ്റേറ്റ് ബാക്കിംഗ് അപ്പ് ഓഫ് ദ ഡിസ്ക്. ആ ഡിസ്കിനെ ബാക്കിംഗ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ദെൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. Computer virus is a program that causes abnormality in the functioning of a computer. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി സംഭവിച്ചാൽ അത് നേരേക്കാനുള്ള പ്രോഗ്രാമിനെയാണ് കമ്പ്യൂട്ടർ വൈറസ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആണ് ഈ കമ്പ്യൂട്ടർ വൈറസ് അവിടെ ഉണ്ടാവുന്നത്. Antivirus software. A computer virus is a program that causes abnormality in the functioning of a computer. So antivirus software is a utility program that scans the computer system for viruses and removes them. So ഒരു പ്രോഗ്രാം തന്നെയാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. എന്താ, ഒരു പ്രോഗ്രാം തന്നെയാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരികയാണ്, അതാണ് വൈറസ്. അതിനെ കണ്ടെത്തുവാൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എ യൂട്ടിലിറ്റി പ്രോഗ്രാം ദാറ്റ് സ്കാൻസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ വൈറസ് ആൻഡ് റിമൂവ്സ് ദം. കമ്പ്യൂട്ടർ വൈറസിനെ കണ്ടെത്തുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന യൂട്ടിലിറ്റി പ്രോഗ്രാമിനെയാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ അതിനുള്ള എക്സാമ്പിളാണ് നോർട്ടൺ ആൻറ്റിവൈറസ്, കാസ്പേഴ്സ്കി എന്നിവയാണ് എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.